ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കും. നിർമ്മാണോദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ഗ്രാമീണ കലാകേന്ദ്രം നൂറുകണക്കിന് കലാകാരന്മാർക്ക് ജീവനോപാധിയായെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. വാസ്തുവിദ്യാ ഗുരുകുലം നിർവഹണ ഏജൻസിയായുള്ള പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച് വലിയ തോതിൽ നടത്താനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ. കേരളത്തിലെ പൈതൃക ഗ്രാമങ്ങളെ ഇതിന്റെ ഭാഗമാക്കും. ഉൽപ്പന്നങ്ങൾ വാസ്തുവിദ്യാ ഗുരുകുലത്തിലൂടെ തന്നെ വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട്. വാസ്തുവിദ്യാ ഗുരുകുലത്തിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്നത് നാടിന്റെ സ്വപ്നമായിരുന്നു. സ്ഥലം MLA കൂടിയായ വീണ ജോർജിന്റെ ശ്രമഫലമായിട്ട് കൂടിയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ പമ്പയുടെ തീരത്ത് വാസ്തുവിദ്യാ ഗുരുകുലത്തിന് പ്രത്യേകിച്ച് പൈതൃകമായ ആറന്മുളയുടെ 3 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമായിട്ടാണ് വാസ്തുവിദ്യാ ഗുരുകുലത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതെന്ന് അധ്യക്ഷത വഹിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പരിസ്ഥിതി സൗഹാർദ്ദപരമായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. മന്ദിരത്തോട് ചേർന്ന് വരുന്ന ജലാശയത്തിലൂടെ ആറന്മുളയുടെ ഗ്രാമഭംഗി കണ്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്ന സഞ്ചാര പദ്ധതിക്ക് 7 കോടി രൂപയുടെ അനുമതിയായി. ആറന്മുള ക്ഷേത്രക്കടവ് വരെയുള്ള നടപ്പാതയും അനുബന്ധ കാര്യങ്ങളും നിർമ്മിക്കുന്നതിനായി 10 കോടി രൂപയുടെ അനുമതി ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS പ്രിയദർശൻ പദ്ധതി വിശദീകരണം നടത്തി. സാംസ്കാരിക സാമൂഹിക മൂല്യങ്ങളാലും കരകൗശല പൈതൃകങ്ങളാലും സമ്പന്നമായ ആറന്മുള പൈതൃക ഗ്രാമത്തിന്റെ ചെറുപതിപ്പ് എന്ന രീതിയിൽ വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ഉടമസ്ഥതയിൽ ആറന്മുള പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അക്കാഡമിക് ബ്ലോക്കുകൾ, ഹോസ്റ്റൽ സൗകര്യം, ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും, ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന പ്രക്രിയയുടെ തത്സമയ പ്രദർശനം, വാസ്തുവിദ്യ ചുമർചിത്ര രചനാ മ്യൂസിയം, പൈതൃക ഗ്രാമമായ ആറന്മുളയിൽ എത്തപ്പെടുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിനായി ഗസ്റ്റ് റൂമുകൾ, ഓഡിറ്റോറിയം, കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സമ്മേളന ഹാളുകൾ എന്നിവ ഉൾപ്പെടെ 60,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് 20 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ആസ്ഥാന മന്ദിരം വിഭാവനം ചെയ്തിരിക്കുന്നത്. വാസ്തുവിദ്യാ ഗുരുകുലം വൈസ് ചെയർമാൻ R. അജയകുമാർ, ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ചാക്കോ, മുൻ MLA മാലേത്ത് സരളാദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം സവിത അജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് വേരിങ്കൽ, വാസ്തുവിദ്യാ ഗുരുകുലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം G. വിജയൻ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.